മനസ്സുകളിലാരോ മുരളികയോടുമ്പോൾ അകതാരിൽ അമൃതമഴ പൊഴിയുമ്പോൾ ആത്മലാപം നുകരാനണയുമോ സുഹൃതമം ജനനീ മൗനസരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേദമുണർന്നു. ശിവപ്രിയ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാം കാണാറില്ല? അതെ, ഇടയ്ക്ക് കാണാറുണ്ട്. ഇടയ്ക്ക് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇതിലൊരു പ്രോഗ്രാം ഒരു പാട്ട് പാടിയിട്ട് ഉണ്ടായിരുന്നു അല്ലേ? എഴുത്ത് പഠിക്കുന്ന സമയത്താണ്. അതെ അതെ. അപ്പം അന്നൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ? അന്ന് നന്ദനം സിനിമയില് കാർമുകിൽ പറഞ്ഞ. ഇപ്പൊ എത്രയിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോ 12th കഴിഞ്ഞു. ഇനി ഡിഗ്രിക്ക് അലോട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് പഠിക്കണ്ട? ഇപ്പോഴും പഠിക്കണ്ട? ഞാനിപ്പോ ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ് 12th ആയതുകൊണ്ട്. ഇനിയിപ്പോ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ആരാണ് മാഷ്? ഞാൻ ക്ലാസിക്കലും പഠിച്ചിട്ടുണ്ട്, ഹിന്ദുസ്ഥാനിയും പഠിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ ഞാനൊരു 4th to 5th വരെ ഞാൻ പഠിച്ചു. പിന്നെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഒരു ഇയർ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ 7th മുതൽ ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ തുടങ്ങി. പിന്നെ എന്നെ ഹിന്ദുസ്ഥാനി പഠിപ്പിച്ചത് നികിത ടീച്ചറാണ്. എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട്? ഞാൻ ഒരു ടോട്ടൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 12 years എന്തായാലും ആയിട്ടുണ്ടാവും. വീട്ടില് അച്ഛൻ, അമ്മ, ഞാൻ, അനിയൻ, പിന്നെ തറവാടുണ്ട്. 2 വീടായിട്ടാണ്. അതില് അച്ഛമ്മ, കുട്ടച്ഛനും മക്കളും. ഈ മ്യൂസിക് അതായത് കലാപരമായിട്ട് വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാവരും പാടും. എല്ലാവരും പാട്ട് പാടും അല്ലേ? അച്ഛനും അമ്മ, അനിയനൊക്കെ പാടും. ശിവപ്രിയ ഈ ഗാനമേള മേഖലയിലൊക്കെ പോയിട്ടുണ്ടോ? പാട്ട് പാടാൻ ചുരുക്കം ചില സ്ഥലത്ത് മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ. ഞാൻ പൊതുവെ പോകാറ് കുറവാണ്. കൂടുതൽ പഠിത്തത്തിലേക്കാണ് കൂടുതൽ. ഈ സ്കൂൾ തലത്തിൽ കലോത്സവത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്? പോയിട്ടുണ്ട്. അതും പാട്ട്, ലളിതഗാനം, മലയാള പദ്യം. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിച്ചിട്ടുണ്ട്. 6th പഠിക്കണ വരെ പോയിട്ടുണ്ട്. അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാട്ട് നമ്മളിപ്പോ കൂടുതൽ പാട്ടുകളൊക്കെ പാടുമ്പോൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആരാ? അമ്മയുടെ കൂടുതൽ അല്ലേ? ചെറിയ ചെറിയ സംഗതികളൊക്കെ പറഞ്ഞിരുന്നല്ലേ? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സ്കൂൾ തലത്തിലൊക്കെ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ട് ഫസ്റ്റ് പ്രൈസ് ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ പാടിയ പാട്ട് നല്ല ഒരു പാട്ടാണ്. ചിത്രചേച്ചി പാടിയ ഒരു പാട്ട് ഹമ്മിയൊക്കെ നന്നായി പാടിയിട്ടാ. കരോക്കിലൊക്കെ പാടില്ലേ? ഓർക്കസ്ട്രയിലൊക്കെ പോയി പാടിയിട്ടുണ്ട്. ശരി, നമുക്കൊരു പാട്ട് കൂടി പാടിയാലോ? ശരപൊളി മാല ചാർത്തി ശരദിന്ദു ദീപം നീട്ടി കുറിഞ്ഞികൾ പൂത്തരാവിൽ ഏതുരാഗം നിന്നെ തേടുന്നു. ശരപൊളി മാല ചാർത്തി ഇതളറിയാതെ മധുമാസം അകലെ പൂമണമോ കാറ്റിനു വെറുതെ സ്വരമുണരാതെ ഒരു ഗാനം അരികെ കൈവളയുടെ കളിച്ചിരി വെറുതെ ദാഹജലം തേടി നീ വരും കാലകങ്ങളിൽ തീരിഞ്ഞ ജീവനൊമ്പരം വീണുറങ്ങിയോ വരമംഗളമരുളും നിറമുകിലിങ്കനിവൊഴുകാത്തൊരു വൈശാഖം പോലെ ശരപൊളി മാല ചാർത്തി
തണലേകും കുളിരേ ജീവനിൽ മധുമഴയായി നിറയൂ ഏതോ ജന്മ പുണ്യമിന്നു നിൻ ദേവസാന്ത്വനം സ്നേഹമന്ത്രമായുണർന്നതേ മോഹവീണയിൽ മിഴിയിൽ പുലരുളിയായി നിറകുടമായി പദമാടി വരും സംഗീതം പോലെ ശരപൊളി മാല ചാർത്തി ശരദിന്ദു ദീപം നീട്ടി കുറിഞ്ഞികൾ പൂത്തരാവിൽ ഏതു രാഗം നിന്നെ തേടുന്നു ശരപൊളി മാല ചാർത്തി റിഗ റിഗ സരി നിസ പനി സരി മ പനി ആ റിഗ രി സനി സരി സ സനി പ మ ప మని ప సని రి స సరి మాని సని సరి సని పని సని పరి మ ప సని సరి ని స పని మ పరి ప సని రి స సరి సరి పని స ని స ని పని పని సని ప సరి మ పని సరి రే మరి సరి స ని సరి ని పని సరి మ കുഴപ്പമില്ല, കുറച്ച് റിസ്ക്കുള്ള പാട്ടാണ്. നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ, കൂളായിട്ട് പാടി. ആ സ്വരങ്ങളൊക്കെ ഭയങ്കര ടഫാണ്. പഠിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പാടിയിട്ടുണ്ട്, കാരണം പ്ലെയിൻ ആയിട്ട് നമ്മൾ പാടില്ലേ, കുറച്ച് റിസ്ക്. ഈ കരോക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഒരു പ്രയോജനമായിരുന്നു. ഒരു ടെമ്പ് കിട്ടി അങ്ങനെ. അതെ, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, കൂളായിട്ട് പാടി എന്നുള്ളതാണ്. സിനിമ പാട്ട് മാത്രം പാടാറുള്ളൂ അതോ വേറെ ലളിതഗാനങ്ങളും ഒക്കെ പാടാറുണ്ടോ? എല്ലാം പാടും. അപ്പൊ സിനിമ പാട്ടിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പഠിപ്പിച്ചിരുന്നത് ഇപ്പൊ ആരാണ് സിനിമ പാട്ട് പഠിപ്പിച്ചിരുന്നത്? നമ്മുടെ സരിഗമപ്പ ജെ കേരളം സരിഗമപ്പാല് ജൂറി ആയിട്ട് വർക്ക് ചെയ്തിരുന്ന സിജു ബ്രോ എന്ന് പറയൂ, സിജു സിയാൻ സാറെ പേരേതാണ്, സാറാണ് പഠിപ്പിച്ചിരുന്നത്. പാട്ട് പഠിപ്പിച്ചിരുന്നല്ലേ, സിനിമ പാട്ട്. ഇതെല്ലാം അപ്പൊ എന്തായാലും സന്തോഷം ചാനലിൽ വന്നതിൽ. ഇനി നമുക്ക് ചാനലിലൂടെ കണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് നോക്കാം. താങ്ക് യു.